ജമ്മുകശ്മീരിൽ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 24 മണ്ഡലങ്ങളിലെ 23.27 ലക്ഷം വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. 11 മണിവരെ 26.72% പോളിംഗാണ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, 26.72% പോളിംഗ് 11 മണിവരെ. ആ 370 വകുപ്പ് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. 11 മണിവരെ 26% തെറ്റില്ലാത്ത പോളിംഗ് ആണെന്ന് പറയാം. സിജു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. 10 വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച ഒരു പ്രതികരണം തന്നെയാണ് കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങളിലേക്കുള്ള ഒരു വോട്ടെടുപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ 11 മണി വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 26.72% പോളിംഗാണ് 11 മണി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മികച്ച ഒരു പോളിംഗ് തന്നെയാണ് കാശ്മീരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കാശ്മീരിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ അടക്കം വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ കുൽഗാം സ്ഥാനാർത്ഥിയുമായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ്. കാരണം ഈ ഒരു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് കാശ്മീർ ജനത നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീർ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം, BJP സർക്കാർ കവർന്നെടുത്ത ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ അവർക്ക് തിരികെ നൽകണം എന്നീ ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കോൺഗ്രസും ഇന്ന് ചൂണ്ടിക്കാട്ടിയത് കാശ്മീരിൽ മാറ്റം വരുന്നു എന്നതാണ്. ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, പ്രതികരണം എന്ന് പറയുന്നത് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് തന്നെയാണ് എന്നതാണ്. കോൺഗ്രസും ഒരു ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പുരോഗമിക്കുകയാണ്. 11 മണിവരെ 26.72% വോട്ടിംഗ് രേഖപ്പെടുത്തി.